ഹോളി ക്രോസ് പ്രഭാത സായാഹ്ന ശാഖയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ചെറുപ്പമായ ഒരു കുട്ടിക്ക് ഈ ബഞ്ച് കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായി. ഒന്ന്, സഹകരണ മേഖലയോട് ഒരു തരത്തിൽ പറഞ്ഞാൽ അകന്നു നിൽക്കുന്നത്, ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. നമ്മുടെ മേഖലയുമായി ബന്ധപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഒരു 40+ ഒരു 40 വയസ്സിന് മേലോട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സഹകരണ മേഖലയായി ബന്ധപ്പെടുന്നത്. സഹകരണ മേഖലയുടെ ടെക്നിക്കലി ഉള്ള വികസനത്തിൻ്റെ ഒരു കുറവ് കൊണ്ടുകൂടിയാണ് ഈ യുവാക്കളകന്ന് നയിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം അതിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഇനി അടുത്തതായി പഞ്ചവടി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഓൺലൈൻ ബാങ്കിങ് ആണ്. ഒരുപക്ഷെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ പോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കറണ്ട് ബില്ലടയ്ക്കാനും ഫോൺ ബില്ലടയ്ക്കാനും മറ്റൊരാൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഫോണിൽ അങ്ങനെ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെ പരിചയപ്പെടുത്തും. അതോടുകൂടി നമുക്ക് കൂടുതൽ യുവനിര നമ്മുടെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടും. അടൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് ജനറൽ കെ അനിൽ നിക്ഷേപ സമാഹരണ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നത്തെ അധ്വാനത്തിൽ നിന്നും കൃഷിയിൽ നിന്നുമൊക്കെ നിക്ഷേപിച്ച് വളർത്തിയെടുത്ത സ്ഥാപനങ്ങളാണ് നമ്മളുടെ പല സഹകരണ സ്ഥാപനങ്ങൾ. ഇന്ന് അവ വളർന്ന് പന്തലിച്ച് വെറും ഒരു ചെറിയ ഓഫീസ് കെട്ടിടം മാത്രമായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനങ്ങൾ ഇന്ന് 5, 10, 15 ബ്രാഞ്ചുകൾ ഉൾപ്പെടെ ഏതാണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ നിക്ഷേപം എന്ന് പറയുന്നത് അത്രയേറെ കോടിക്കണക്കിന് നിക്ഷേപമുള്ള സ്ഥാപനങ്ങളായി വളർന്നതിൻ്റെ അടിത്തറ ഈ ചെറു നിക്ഷേപങ്ങളിലൂടെയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സഹകരണ നിക്ഷേപ സമാഹരണത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈ സഹകരണ നിക്ഷേപ സമാഹരണത്തിൻ്റെ കാലഘട്ടത്തിൽ പഞ്ചവടി സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും ഈ വഞ്ചി നിക്ഷേപത്തിലൂടെ വീണ്ടും ഒരു തുടക്കം കുറിച്ചിരിക്കുന്നതിനെ ആദ്യമായി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടി, അതായത് ഈ ബാങ്കിൻ്റെ വഞ്ചി നിക്ഷേപ പ്രോഗ്രാം, എനിക്ക് തോന്നുന്നു ഹെഡ് ഓഫീസ് ഉൾപ്പെടെ ഇത് 3ാമത്തെ പ്രോഗ്രാമാണെന്ന് തോന്നില്ലേ? ഇത് 3ാമത്തെ പ്രോഗ്രാമാണ്. ഈ വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള സമയത്തും ഇത്രയേറെ സഹകാരികൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിൻ്റെ ഫലമാണത്. അത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയേറെ ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നതും ഇങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും. സൈമൺ തോമസ് സ്വാഗതം പറഞ്ഞു. കർഷകരെയും ആ കാർഷിക മേഖലയിലുള്ള താല്പര്യമുള്ള എല്ലാവരെയും കൈ കോർത്തുകൊണ്ട് അവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്ക്, ഇതിന്റെ സെക്രട്ടറി ബഹുമാന്യനായ MJ ബാബു സാർ ഇപ്പോൾ ഓർമ്മിച്ച പോലെ ഈ ബാങ്കിന്റെ ആസ്തി ഇങ്ങനെയുള്ള വഞ്ചികളിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത്. ധാരാളം വീടുകളിൽ ഇത്തരം വഞ്ചികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വെച്ചുകൊണ്ട് സമ്പാദ്യം വളർത്തിയെടുത്തുകൊണ്ട് ആ സഹകാരികളുടെ സമ്പാദ്യത്തോടൊപ്പം തന്നെ ബാങ്കിന് മൂലധനം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ബാങ്ക് പടിപടിയായി വളർന്നത്. ഇന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായി മാറുന്നു. പലതരം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് ലാഭവിഹിതം നൽകുന്ന ബാങ്കാണ്. കാർഷിക മേഖലയിലെ പല സഹായങ്ങളും ഈ ബാങ്ക് വളരെ സാമ്പത്തികമായി വളരെ നേട്ടം കൊയ്തെടുക്കാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ മറ്റു ബ്ലേഡുകളുടെ കൂട്ട് അമിതമായ കാര്യങ്ങളിലൂടെ പലിശ ഈടാക്കാതെ മിതമായ രീതിയിൽ കർഷകരെയും സാധാരണക്കാരെയും സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ ബാങ്ക് മാറും. സെക്രട്ടറി MJ ബാബു നിക്ഷേപത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകി. കാര്യം എന്താ അറിയാം, പലയിടത്തും ചിലർ ഈ പണം എടുത്ത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാതെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ 100% സുതാര്യമായിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ജീവനക്കാരൻ പോയി കഴിയുമ്പോൾ കൂടി വന്ന 5-6 മണിക്കൂറാണ്. അന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ നിങ്ങളുടെ മൊബൈലിനകത്ത് SMS സന്ദേശത്തിൽ നിങ്ങൾ ഇത്ര രൂപ അടച്ചിട്ടുണ്ടെന്നും ബാലൻസ് ഇത്ര രൂപ ഉണ്ടെന്നും നിങ്ങൾക്ക് സന്ദേശം കിട്ടും. അങ്ങനെ സുതാര്യമായിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇത് 3 വർഷ കാലാവധിയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഞങ്ങൾ ഇതിന് പ്രതിമാസം 7% പലിശ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് 1.5% കൂടുതൽ പലിശ തന്നാൽ അതിനകത്ത് വായ്പയായിട്ട് എടുക്കാം. നിങ്ങളുടെ നിക്ഷേപം അതുപോലെ അവിടെ കിടക്കും. നിങ്ങൾക്ക് അതിൻ്റെ റീഡിൽ 90% 10,000 രൂപയുണ്ട് 9,000 രൂപ വരെ വായ്പ എടുക്കും. 3 വർഷം കാലാവധി കഴിഞ്ഞ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ കണ്ടീഷൻ. കൂടാതെ ഇവിടെ എത്തിയ ഈ പ്രദേശത്ത് നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തന മേഖല
പുറത്തുള്ള, അതായത് പന്തളം തെക്കേക്കര പ്രദേശത്തുള്ള ഒരു ഒത്തിരി ആൾക്കാർ ഈ കരുവാറ്റ ഈ എമ്മാൻഡി ബ്രാഞ്ചുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട്. കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഷിജു ബേബി ആദ്യ നിക്ഷേപം സഹകാരി കാവുംപടിക്കൽ അംബികയിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ട ഇവരെല്ലാവരും ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹകരണ ബാങ്ക് ഉണ്ട്. അത് ഏനാത്ത് സർവീസ് സഹകരണ ബാങ്കാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഇതേപോലെ അന്ന് ഒരു നിക്ഷേപ വഞ്ചി ഉണ്ടായിരുന്നു. അമ്മ ഈ പാല് വിറ്റ് കിട്ടുന്ന പൈസയിൽ ഒരു അംശം ഇടും. ഫാദർ ഷീറ്റ് വിറ്റിട്ട് വരുമ്പം എന്തെങ്കിലും കിട്ടുമ്പം ഒന്ന് അതിലും ഇടും, പള്ളിയുടെ വഞ്ചിയിലും ഉണ്ട്. അത് കൃത്യമായി മാറ്റിയിടും. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു വലിയ ഒരു അടിത്തറയാണ് ഈ പറയുന്ന പോലെ ചെറിയ നിക്ഷേപങ്ങൾ. അതുകൊണ്ട് നമ്മളും എന്ത് പഠിച്ചറിയാമോ, വളർന്നു വന്നപ്പം ഞാനും ഇതേപോലെ ഈ വഞ്ചി കൃത്യമായിട്ട് മാറ്റി വെച്ചിട്ടില്ലെങ്കിലും പള്ളിക്കുള്ളത് മാറ്റി വെക്കും. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന പിന്നെ സഹകരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കും. അതൊരു വലിയ കാര്യമാണ്. ഇവിടെ ഈ പന്നിമഴ സർവീസ് സഹകരണ ബാങ്ക് ഏറെ സ്നേഹപൂർവ്വമാണ് ഞങ്ങളുടെ ഇടവകയിലെ ആളുകളും ഇവിടെ ഉള്ളത്. മാത്രമല്ല എനിക്ക് വളരെ അഭിമാനമാണ് എൻ്റെ പള്ളിയോട് ചേർന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ധനകാര്യ സ്ഥാപനം. ആളുകളുടെ മനസ്സ് നല്ല ഇടമുണ്ട്. ഓരോ ദിവസവും ഉയർന്ന് മുകളിലോട്ട് പോകുന്നു. ഇത് അഭിമാനത്തിന്റെ നിമിഷം കൂടെയാണ്. ഈ അടിത്തറ ബലമാക്കുന്ന ഈ വലിയ പദ്ധതിക്ക് എൻ്റെ ഇടവകയുടെയും എന്റെയും എല്ലാ ആശംസകളും. ഭരണസമിതി അംഗങ്ങളായ KG വാസുദേവൻ, S ജയശ്രീ, വത്സലകുമാരി, ബ്രാഞ്ച് മാനേജർ ഗോപിനാഥൻ നായർ, അഖിൽ S, ബീന ശശാങ്കൻ എന്നിവർ സംസാരിച്ചു.